ശിവകാർത്തികേയനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കിയ ചിത്രമായിരുന്നു അമരൻ. മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 300 കോടിക്ക് മുകളിലാണ്. ഈ സിനിമയ്ക്ക് ശേഷം ധനുഷിനെ നായകനാക്കി ഒരു ചിത്രം രാജ്കുമാർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ ചിത്രത്തിന്റെ ചില അപ്ഡേറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിയെ സമീപിച്ചു എന്നും 15 കോടി രൂപ അദ്ദേഹത്തിന് പ്രതിഫലമായി ഓഫർ ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇതിൽ സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. ചിത്രത്തിൽ ആദ്യം പൂജ ഹെഗ്ഡെ ആയിരുന്നു നായികയെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പൂജയ്ക്ക് പകരം സായി പല്ലവിയാകും നായികയെന്നതും റിപ്പോർട്ടുകളുണ്ട്. ധനുഷ് തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നതും. വമ്പൻ ബജറ്റിൽ ഒരു ആക്ഷൻ ഇമോഷണൽ ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത്. അതേസമയം ബോളിവുഡ് ചിത്രം തേരെ ഇഷ്ക് മേം ഒടുവിൽ പുറത്തിറങ്ങിയ ധനുഷ് ചിത്രം. ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തേരെ ഇഷ്ക് മേം. സിനിമയ്ക്ക് ഗംഭീര വരവേൽപ്പാണ് ലഭിക്കുന്നത്. റിലീസ് ചെയ്ത് 6 ദിവസം പിന്നിടുമ്പോൾ ചിത്രം 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ്. ഈ വർഷത്തെ ധനുഷിന്റെ രണ്ടാമത്തെ 100 കോടി ചിത്രമാണ് ഇത്. ശേഖർ കമുല സംവിധാനം ചെയ്ത കുബേരയാണ് ഇതിനു മുമ്പ് 100 കോടിയിലെത്തിയ ധനുഷ് ചിത്രം. വളരെ ഇമോഷണലായ ഒരു പ്രണയകഥയാണ് സിനിമ ചർച്ച ചെയ്തത്. AR റഹ്മാനായിരുന്നു സിനിമയ്ക്ക് സംഗീതം ഒരുക്കിയത്. സിനിമയിലെ ഗാനങ്ങളെല്ലാം ഇപ്പോഴും വലിയ ഹിറ്റുകളാണ്.